പെയ്ത് ചെടിയൊക്കെ കാട് പോലെ വളർന്നു. മുഴുവൻ പറിച്ചുള്ളല്ലോ കേട്ടോ, എനിക്ക് തിന്നാനുള്ളതാ. എത്ര പറിച്ചാലും നിനക്കുള്ളത് ഇവിടെ ഉണ്ടാവും. ഈ പട്ടികയിൽ എന്തിനാ പുല്ല് ഇങ്ങനെ? അതറിയത്തില്ലേ, ഞങ്ങൾക്ക് വയറിന് പ്രശ്നം ഉണ്ടാകുമ്പോ അത് മാറാൻ പുല്ല് ഇങ്ങനെ നല്ലതാ. അപ്പൊ മനുഷ്യർക്കും അത് തിന്നാ മതിയോ? നീയൊന്ന് തിന്നോക്ക് ഇനി വയറുവേദന വരുമ്പോ. വൈ നോട്ട്? എല്ലാം പരീക്ഷിക്കണതല്ലേ, ഇനിയിപ്പൊ അതും കൂടെ നോക്കിയാൽ എന്താ? ഇപ്പൊ വീണ് നടുവടിഞ്ഞനെ. സ്വന്തം ചേച്ചി വീഴുമ്പോ തന്നെ ചിരിക്കണം കേട്ടോ. നോക്കി നടക്കു ദേവോ, വീട് കൈയും കാലും ഒടിഞ്ഞാൽ കാണാം. എന്താണെന്ന് ചേച്ചി കൈയും കാലും ഒടിഞ്ഞ് കിടക്കണതോ? നിങ്ങൾക്ക് തമാശ. ഇപ്പൊ ചേട്ടൻ തന്നെ കണ്ടില്ലേ, പാടത്ത് പശുവിനെ കെട്ടാൻ പോയതാ, വരമ്പത്ത് വഴിക്ക് വീണു. അതെ, രാവിലെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞതാ. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? അറിയില്ല, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് എന്തായാലും. എന്നാ തിരിച്ചു പോകുമ്പോ ഇതിലെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാ എനിക്ക് ചോറ് തന്നേക്ക്. അതെന്താ ഇപ്പൊ ഒരു തീറ്റ? 1 മണി ആയില്ലല്ലോ. അതല്ല, മാമ വന്നാ പിന്നെ ചോറ് കിട്ടിക്കൊള്ളുന്നില്ല, അതുകൊണ്ടാ. നേരത്തെ കഴിച്ചേക്കാമേ. പിന്നെ എന്റെ ചേട്ടന് ആ ഗതികേടൊന്നുമില്ല, 2 ഏക്കർ മുഴുവൻ നെൽകൃഷിയാ. എന്നിട്ട് കഴിഞ്ഞ കൊയ്ത്തിന് എത്ര കിലോ അരി കിട്ടി ഇവിടെ? ഇവിടെ എനിക്കെന്തിനാ? അത് ചേട്ടൻ്റെ അരിയല്ലേ, എനിക്കെന്തിനാ? ഓഹോ, എന്നിട്ടാണോ കഴിഞ്ഞ ആഴ്ച അരി വാങ്ങാനല്ലെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് 1000 രൂപ വാങ്ങിക്കൊണ്ട് പോയത്? അത് പിന്നെ അല്ല, ഞാൻ എന്തിനാ നിങ്ങളത് ബോധിപ്പിക്കുന്നത്? എന്റെ പൈസ എന്റെ ചേട്ടൻ, ഞാൻ ഇനിയും കൊടുക്കും. നിങ്ങൾ ആരാ ഇത് ചോദിക്കാൻ? ഞങ്ങളെന്ന് ചോദിച്ചാലല്ലോ, അമ്മ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ചോറല്ലേ? ബാ, ഞാൻ എടുത്തു തരാം. ഞാനിതാ വരുന്നു. എനിക്കിപ്പോ വേണ്ട കേട്ടോ അമ്മ, വിശപ്പില്ല. വിശപ്പില്ലേ? അതിന് നീ എന്താ തിന്നേ? ഞാൻ ആ ചിക്കൻ ഫ്രൈ തിന്നു. ഏത് ചിക്കൻ ഫ്രൈ? അത് തീർന്നായിരുന്നല്ലോ. ലാസ്റ്റ് ദേവനല്ലേ തന്നത്? എനിക്കന്ന് ഞാൻ തിന്നില്ല, ഞാൻ ഉച്ചത്തേക്കിന് എടുത്തു വെച്ചിട്ടുണ്ട്. ഓ റിയലി? എന്നാ എനിക്കും ഒരു ചെറിയ കഷ്ണം തരണം. ഒരു പൊട്ടും തരാൻ പോണില്ല, വേണമെങ്കിൽ മണം പിടിച്ചോ. ഇത് ഞാൻ ഒറ്റയ്ക്ക് തിന്നും. അവന്റെ ഉള്ളിൽ ഇരുന്നതാണോ? അതെ. അത് നീ എങ്ങനെ കണ്ടു? അതല്ലേ ഞാൻ അടുത്ത തിന്നത്. അത് പൊളിച്ചു. എന്റെ ചിക്കൻ ഫ്രൈ, അമ്മ എന്റെ ചിക്കൻ ഫ്രൈ. അങ്ങനെ തന്നെ വേണം നിൽക്കൂ, തരുമ്പോ തിന്നണം, അത് കൂത്തി വെക്കാൻ നിൽക്കരുത്. ഈശ്വര, നീ എന്റെ ചിക്കൻ ഇവിടെ തിന്നാണോ? എന്താ? അല്ല, എനിക്ക് ചോറ് തന്നേക്കെന്ന് പറഞ്ഞതാ. അല്ല, നിക്കിയുടെ ചിക്കൻ ഇരിപ്പില്ല ഇവിടെ. ഓ പുല്ല്, അതും പോയി. അത് പക്ഷെ മഞ്ഞപ്പൊടി ഇട്ട് വെറുതെ വേവിച്ചതാ. സാരല്ല, മസാല വെച്ച് പൊരിച്ചാ മതി, അഡ്ജസ്റ്റ് ചെയ്യാം. നീ അങ്ങനെ ബുദ്ധിമുട്ടി അഡ്ജസ്റ്റ് ചെയ്യണ്ട, അത് നിക്കി കഴിച്ചോളൂ. നീ മോര് മുട്ടി കഴിച്ചാ മതി. അതും മതി. നിക്കിക്കുള്ളത് നിക്കിക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അത് ഞാൻ ഇന്നലെ മുതൽ ചോറ് വേണ്ടവര് വന്നോ, ഞാൻ അടുക്കളയെ കാണും. ഞാനും വരുന്നു, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ ചിലപ്പോ പോവും, ചിലപ്പോ പോവൂല. നീ പോടി അവിടുന്ന്, എന്റെ ചിക്കൻ ഫ്രൈ മോഷ്ടിച്ചോളെ. മക്കളെ, ഇതൊന്ന് പിടിച്ചേ. മാമൻ ആശുപത്രി പോയി വരുന്ന വഴിയാണോ? ഇന്നലെ പാടത്ത് നിന്ന് വീണായിരുന്നു. കാലിന് വേനുണ്ടോ മാമ? കാലിന് പ്രശ്നമൊന്നുമില്ല, കൈ പക്ഷേ പ്രശ്നമാണ്. പിന്നെന്തിനാ ഞുണ്ടി ഞുണ്ടി നടക്കുന്നേ? കാലിന് ശകലം വേദന ഉണ്ട്, ഒടിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഓ അത് ശരി. ഉണ്ണിമോളെന്തിയേ? അടുക്കളയിലായിരിക്കും അല്ലേ? അതെ അതെ. കൊറേ നേരമല്ല ചൂടാക്കാൻ തുടങ്ങിയിട്ട്, ആയില്ല അതുവരെ. ഇറച്ചിയുടെ മണമൊക്കെ വരുന്നുണ്ടല്ലോ. ചേട്ടനോ? എപ്പോ വന്ന്? വന്ന് കേറിയതേ ഉള്ളൂ. നീ അറിഞ്ഞിരുന്നല്ലോ അല്ലേ എന്റെ കൈ? അറിഞ്ഞായിരുന്നു ചേട്ടാ, അമ്മ വിളിച്ചായിരുന്നു. ഓരോരോ കാലക്കേടെ, അല്ലാതെ എന്ത് പറയാനോ. ഇന്നെന്നാ ചിക്കനാണോ? ഇതിലെന്നാ മസാല ഒന്നും ചേർത്തില്ലേ? ഓ മൈ ഗോഡ്, തീർന്നു. ആ ചിക്കൻ കാര്യം തീരുമാനായി. അയ്യോ, ഇത് നിക്കിക്ക് ചേട്ടാ, അവക്ക് എരിവ് മസാല ഒന്നും പറ്റത്തില്ലല്ലോ. അയ്യോ, ഇവക്കിടയിൽ ചിക്കൻ ഒന്നും കൊടുക്കരുത്, ദഹനക്കേട് വരും. ചിക്കൻ ഇല്ലാതെ നിക്കൊരു വാ കഴിക്കത്തില്ല. അതെ, ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒന്ന് നിർബന്ധം. അത് ശരിയല്ലല്ലോ, അങ്ങനെ പാടില്ല. നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് പച്ചക്കറി വേവിച്ചു കൊടുക്കും. പച്ചക്കറിയോ? അയ്യേ, എനിക്കിഷ്ടമല്ല. കൊള്ളാലോ, നീ മര്യാദക്ക് നിന്നോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നീ തന്നെ പോയി വേവിച്ചു കൊടുക്കും. അല്ല, അപ്പൊ ഈ ചിക്കൻ ഇത് വേസ്റ്റ് ആവത്തില്ല അല്ലേ? അല്ല, ഞാൻ എന്നാ കേട്ടോ, വേസ്റ്റ് ആവത്തില്ല.
Heading to Goa for a mini vacation, and I'd love to bring my whole skincare collection with me, but I can't. So I asked ChatGPT for some help. ഇല്ല, ഇതിനകത്തോട്ട് കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വരട്ടിയെടുക്കാം. കേട്ടിട്ട് ഒന്ന് കൊതിയാവുന്നു. മാമ ഇതൊരുമാതിരി ചെയ്ത്തായി പോയിട്ടോ. എന്നാ വേഗം ഉണ്ടാക്കും മാമ, നമുക്ക് അത് കൂട്ടി ചോറുണ്ണാം. അയ്യ, ഉണ്ടാക്കാനോ ഞാനോ? അത് ഈ കൈവച്ച് നിങ്ങൾ ഉണ്ടാക്കി തരണം, ഞാൻ കഴിച്ചോളാം. ഉണ്ടാക്കിയേ അല്ല അപ്പൊ നിക്കിക്ക് പച്ചക്കറി അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി, ആദ്യം ഇതൊന്ന് റെഡിയാക്കി. ഞാനിനി എന്തിനാ വിളിക്കുന്നത്? ഞാൻ പോവാ. എനിക്കിനി ചോറും വേണ്ട, ഒന്നും വേണ്ട. ആ നീ പോ. അല്ല പിന്നെ താൻ പോടോ കലക്കളവാ, താനിക്കാൻ വെച്ചിട്ടുണ്ട്. ആ അവിടെ തന്നെ വെച്ചേക്കേ, ഞാൻ പിന്നെ വന്ന് എടുത്തോളാം. പിന്നെ കുരുമുളക് കുറച്ച് കൂട്ടിട്ടോ, എരിയട്ടെ. ഇയാളെന്തിനാ കുത്തിരുന്ന് കരയാണ്? ഇയാളെ കരച്ചിൽ കേട്ടതൊന്നും ഞാൻ ഇയാളുടെ ഫുഡ് തിന്നു. ചേട്ടാ ഇത് നല്ല കുത്ത്. എന്തായാലും വേഗം ഇവിടുന്ന് മിന്നാം, അല്ലെങ്കിൽ ഇയാളുടെ കരച്ചിലിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിലിരിക്കും. നിങ്ങളിവിടെ നിൽക്കണോ? ദേ ആ മാമ അവിടെ ഇരുന്ന് കരയുന്നു. ആർക്കറിയാം? ഓ ചിലപ്പോ കൈ വേദനിച്ചിട്ടായിരിക്കും. ഇതൊന്നുമല്ല, കണ്ടിട്ടെന്തോ വിഷമിച്ച് കരയുന്ന പോലെ ഉണ്ട്. പക്ഷെ ഫുഡ് കഴിച്ചപ്പോഴൊന്നും വലിയ വേദന ഇല്ലായിരുന്നല്ലോ. ആ എന്നാ നിക്കിന്റെ ചിക്കൻ കഴിച്ചതിന്റെ വിഷമത്തിലായിരിക്കും. വാ, ചിലപ്പോ ചിക്കൻ തികയാത്ത വിഷമത്തിലായിരിക്കും കരയുന്നത്. ചേട്ടൻ അങ്ങനെയൊന്നും കരയാത്താണല്ലോ. ഇതൊന്ന് നോക്കട്ടെ. ആ പോയി നോക്കാം. കരയുന്നുണ്ടോ? എന്തിനാ കരയുന്നേ? കാര്യം പറ മാമ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും പറഞ്ഞോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പറയണോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നില്ല. പറയുന്നേ കുഴപ്പമില്ല, ചേട്ടൻ കരയാതെ പറ. പറ മാമ അങ്ങട്ട്. നിങ്ങൾക്ക് നിർബന്ധിക്കുമ്പോ എങ്ങനെ പറയാതിരിക്കുന്നത്? ഇട്ട് വലിപ്പിക്കാതെ അങ്ങ് പറ ചേട്ടാ. എന്റെ കൈയിന്റെ എല്ല് പൊട്ടിപ്പോയി, അത് ശരിയാക്കാൻ കുറച്ച് കാശ് വേണം. എന്റെ കയ്യിൽ അതില്ല, അതിനെ ഞാൻ കരഞ്ഞത്. ആഹാ, അത്രേ ഉള്ളോ? എത്ര രൂപ വേണ്ടി വരും? അതിപ്പോ കമ്പിടാനും കുറച്ച് നാളത്തെ ചെലവിനും വേണ്ടി ഒരു 10-15 രൂപ വേണ്ടി വരും. ഞാനൊന്ന് നോക്കട്ടെ. 10,000 രൂപയ്ക്കൊക്കെ എന്ത് കമ്പി? കമ്പിക്ക് ഇപ്പൊ എന്താ വില എന്നറിയോ? സംശയം ഉണ്ടെങ്കിൽ വലിയ വാർക്കപ്പണിക്കാരോട് ചോദിച്ചു. പറഞ്ഞ അത്രയുണ്ട്. ഇപ്പൊ തന്നെ പോയി റെഡി ആക്കിക്കോ, ഇനി താമസിപ്പിക്കണ്ട. ആ പോയേക്കാം, ഇപ്പൊ തന്നെ പോയേക്കാം. ഓ എന്താ ചിരി, കച്ചിലൊക്കെ എവിടെ പോയി? എന്നാ ഞാൻ ഇറങ്ങിയേക്കാം, ഇപ്പൊ പോയ ആശുപത്രി അടക്കേണ്ട മുമ്പ് എത്താം. അല്ല ഏത് ഡോക്ടറെ കാണിക്കുന്നത്? അത് നമ്മുടെ വാസുദേവൻ ഡോക്ടർ. ഓ പോയോ തീറ്റപ്രാന്തൻ. ഓ എന്താ ചിക്കൻ തിന്നു. ഓനിക്ക് എവിടുന്ന്? നിന്റെ ഒരു ചിക്കൻ നിനക്ക് ഞാൻ വാങ്ങിത്തരാം. ചിക്കൻ പോരെ? പോരും, അത് പോരും, എനിക്ക് വാങ്ങി തന്നാ മതി. എന്നാലും 10,000 രൂപയ്ക്ക് ഏത് കമ്പിയാണാവോ? എന്നാലും എന്റെ മാമ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നല്ല അറിയില്ല. ഞാൻ പാല് വാങ്ങാൻ വേണ്ടി ആ വഴി പോയതുകൊണ്ട് കണ്ടു. സാധാരണ ഞാൻ പാടത്ത് കൂടെ പോവാറ്. 14 രൂപേന്റെ കമ്പി എനിക്ക് അപ്പലേ ഡൗട്ട് അടിച്ചു. എന്നിട്ടെന്താ നീ അപ്പ പറയാത്ത? അല്ലേ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിലയല്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ആ 10,000 രൂപ എന്ത് ചെയ്തു? അല്ല, കുറച്ച് കടം ഉണ്ടായിരുന്നു, അത് വീട്ടി. പിന്നെ 2 കുപ്പി വാങ്ങി. അതിന് മാമൻ എന്ത് കടം? അത് മുമ്പ് വാങ്ങിയ കുറച്ച് കുപ്പിയുടെ കടം. ബെസ്റ്റ്. ഇത് അമ്മ അറിയുമ്പോ എന്താ ഉണ്ടാവുക അറിയോ? അമ്മ ഈ സമയത്ത് ടൗണിൽ പോയത് മാമന്റെ ഭാഗ്യം. അതിന് അവളെങ്ങനെ അറിയാനാ? നിങ്ങൾ പറയാതിരുന്നാ മതി. ഞങ്ങൾ പറയാതെ അമ്മയ്ക്ക് ചെറിയ സംശയങ്ങളുണ്ട്. ഇന്നലെ മാമൻ പോയതിനു ശേഷം അമ്മ പറഞ്ഞു മാമന്റെ കൈ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന്. അത് ശരിയാ. ഈ മാമ സമ്മതിച്ചില്ലെങ്കിൽ ബലമായി പിടിച്ചക്കെട്ട് വലിച്ചഴിച്ചിട്ടാണെങ്കിലും നോക്കണമെന്ന് അമ്മ പറഞ്ഞു. അയ്യോ മക്കളെ, ഞാൻ എന്ത് ചെയ്യും? നാട് വിട്ടാലോ? എന്നാ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല, സീനാവും. അപ്പൊ പിന്നെ എന്താ ചെയ്യും? ഒരു വഴി പറ. ഒറ്റ വഴിയേ ഉള്ളൂ. അമ്മ വന്ന് ചെക്ക് ചെയ്യുമ്പോ മാമന്റെ കയ്യിൽ പരിക്ക് കാണണം, എന്നാ രക്ഷപ്പെടാം. അതിനിപ്പോ എന്ത് ചെയ്യും? പരിക്കില്ലല്ലോ. പരിക്കുണ്ടാക്കണം, അമ്മ കാണുമ്പോ വിശ്വസിക്കുന്ന രീതിയിലുള്ള പരിക്ക്. എന്ന് വെച്ചാ
നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? എന്ന് വെച്ചാ മാമന്റെ കൈ ഓടിക്കണം. അതെ, ഒറിജിനൽ ആയിട്ട് ഓടിച്ച് ചതയ്ക്കണം. ആ പരിക്ക് കണ്ടാൽ കണ്ടവർ ഞെട്ടണം. ഓടിക്കാനോ? അപ്പൊ വേദനിക്കൂലേ? എനിക്കൊന്നും വയ്യ. എന്നാ പിന്നെ 10,000 രൂപ തിരിച്ചു കൊടുത്തേക്ക്. അത് നടക്കൂല. എങ്കിൽ കൈ ചതക്കണം. എന്നാ പിന്നെ ചതച്ചേക്കാം. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ ചതച്ചേക്കാം. മാമ വാ. ഇപ്പൊ തന്നെയോ? ഇനിയും താമസിച്ച് അമ്മ ഇപ്പൊ ടൗണിൽ നിന്ന് വരും. നിങ്ങൾ എങ്ങോട്ടാണ് വലിച്ചോണ്ട് പോകുന്നേ? അവിടെ ഒരു അമ്മിക്കലുണ്ട്, അവിടെ വെച്ച് നമുക്ക് മാമന്റെ കൈ ചതച്ചെടുക്കാം. അത് വേണോ മക്കളെ? വേറെ വഴിയില്ല മാമ, അമ്മ ഇപ്പൊ വരും. അതിനു മുന്നേ ചെയ്തില്ലെങ്കിൽ പണി പാടും. കൈ വെക്ക് മാമ. കണ്ണടച്ചിരുന്നോ, ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന ഉള്ളൂ. ഇതിനോ? മാമ റെഡിയല്ലേ? എന്നാ ചതച്ചോട്ടെ. ഓക്കെ, റെഡി? 1 2 3. അയ്യോ! എന്താ ചതയ്ക്കാത്തത്? തൽക്കാലം ചതയ്ക്കുന്നില്ല. അപ്പൊ ഉണ്ണിമോൾ ചെക്ക് ചെയ്തില്ലേ? എന്റെ മാമ ഞങ്ങളെ മാമനൊന്ന് ഞെട്ടിച്ചതാ. അമ്മയ്ക്കൊരു സംശയമല്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. പക്ഷെ മാമൻ ചെയ്തത് ശരിയായില്ല കേട്ടോ. ആ പാവ അമ്മേനെ പറ്റിച്ച് വാങ്ങിയ 10,000 രൂപ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തേക്കണം. ഇനി മേലാൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് ആവർത്തിക്കരുത്. ഇല്ല, ആവർത്തിക്കില്ല. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നിക്കണോ അതോ പോണോ? നിന്നാ ഇപ്പൊ അമ്മ വരും. അതിനി പ്രശ്നമല്ലല്ലോ, നിങ്ങൾ പറയില്ലല്ലോ, പിന്നെന്താ? ഞങ്ങൾ പറയില്ല, പക്ഷെ മാമനായിട്ട് അറിയിക്കല്ലോ. ഞാനോ? ഞാനെങ്ങനെ? എന്റെ പൊന്നു മാമയെ കയ്യിലോട്ടൊന്ന് നോക്കിക്കേ. അയ്യോ, ബാൻഡേജ് എടുത്തിട്ടില്ല. അമ്മ ഒന്നും തോന്നുന്നു, ഓട്ടോയുടെ സൗണ്ട്. ഇനി എന്നാ ചെയ്യും? ഒന്നും നോക്കാനില്ല, ഈ മതിൽ ചാടി ഓടിക്കും. അവിടെ ചാടല്ല, അവിടെ കുഴിയുണ്ട്, കുഴി കുഴി. അയ്യോ!